എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ട ഒരു ന്യൂസാണ്. നമ്മുടെ ഗ്രീഷ്മ ഷാരോൺ എന്നുള്ള രണ്ടുപേരുടെ ആ ഒരു ഇഷ്യൂ. അതിലിപ്പോൾ ഗ്രീഷ്മയ്ക്ക് തക്കതായിട്ടുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. വധശിക്ഷ എന്തോ ആണ് വിധിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം ഇതിൽ വരുമെന്ന് അറിയില്ല. എന്നാൽ പോലും അതിൽ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. ഇത് കുറച്ച് കൂടിപ്പോയില്ലേ, അത്രയും വലിയ ശിക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അതിലും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇപ്പോഴും ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. പോസിറ്റീവായിട്ടുള്ള കമൻറ്റും കണ്ടു, നെഗറ്റീവായിട്ടുള്ള കമൻറ്റും കണ്ടു. നമ്മൾ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഒറ്റ കാര്യം, ഈ കമൻസ് ഇടുന്നവരൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്ന ശിക്ഷ? ഈ ഒരു സെയിം അല്ലേ നമ്മൾ വിചാരിക്കാം. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കും. അപ്പം അതെങ്ങനെ അത് വലിയൊരു കൂടിപ്പോകുന്ന ശിക്ഷയാകും? ഇപ്പം ഷാരോണിൻ്റെ ഒരു കേസ് എടുക്കുവാണെങ്കിൽ അവൻ അവളെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചതിച്ച ഒരാളല്ല, നമുക്ക് അറിയില്ല. എന്നാൽ പോലും അറിഞ്ഞിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ അവളെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അവനെ വേണമെങ്കിൽ അവൾക്ക് ജീവിക്കാൻ വിടായിരുന്നു. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ജീവപര്യന്തമാണെങ്കിൽ ഞാൻ ഇത്രയും നാളെ ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ ഇത്ര നാൾ കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും, ഈ വയസ്സിൽ ഞാൻ പുറത്തിറങ്ങും, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം, ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറയണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാൻ മനസ്സ്. അത് എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. ആ ഒരു നമുക്ക് ആർക്കും ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പം ഗ്രീഷ്മയ്ക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്നല്ല അർത്ഥം. ഇനിയും സംഭവിക്കാം, ഇനി സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ ഇനിയും സംഭവിക്കാം. പക്ഷേ ഇതുകൊണ്ട് അത് ചെയ്യണം എന്ന് തോന്നുന്നവർക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പേടി വരുമെങ്കിൽ ഇത് നല്ലതല്ലേ? ഈ ഒരു ശിക്ഷ വിധിച്ചത് നല്ലതല്ലേ? അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പം മേ ബി ഒരുപാട് ഇപ്പം ഇങ്ങനത്തെ കമൻസ് ഇടുന്നതുകൊണ്ട് അവൾക്ക് അതൊരു സേഫ് സോണിലേക്ക് പോകാനുള്ള ചാൻസസ് ഒരുപാട് വരും. ഇപ്പം തന്നെ അവരുടെ ഫാമിലിക്ക് അവൻ പോയി, പക്ഷേ അവരുടെ ഫാമിലിക്ക് ഒരു ചെറിയ രീതിയിലത് ആശ്വാസം ഉണ്ടായി കാണും. കാരണം തൻ്റെ മകനെ ഇത്ര ക്രൂരമായിട്ട് ഇല്ലാണ്ടാക്കിയ ഒരാൾക്ക് ഈ ഒരു ശിക്ഷ കിട്ടുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ചെറിയ രീതിയിലൊരു സന്തോഷം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ ആത്മാവിനും അതുപോലെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് എങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അതിവിടെയും ചിന്തിക്കുക. ഷാരോൺ എന്ന് പറയുന്ന ഒരാൾ അത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണെന്ന് ചിന്തിച്ച് നോക്കുക. അവൻ നമ്മുടെ ആരും അല്ലായിരുന്നിട്ട് പോലും നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ അയ്യോ അങ്ങനെ സംഭവിച്ചത് എങ്ങനെ, അവനെങ്ങനെ അത് എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അത്രേ ഉള്ളൂ. അവൻ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ്. അപ്പം അവന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു നീതി കിട്ടിയത് ഇപ്പോഴാണ്. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് ഞാൻ അവളെ തൂക്കിക്കൊല്ലുന്നതിനോട് ഒന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ അതൊരിക്കലും ഒരു വലിയ വിധിയല്ല. ശരിയാണ്, ഇതിലും വലിയ തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഇതും ഒരു തെറ്റല്ലേ? ഇത് വലിയ തെറ്റാണോ? ചെറിയ തെറ്റുകൾക്ക് വലുത് ചെറുതൊന്നും ഇല്ല. തെറ്റെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ഇനിയിപ്പം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കൊണ്ട് തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ. ഇതൊരു പേടി സ്വപ്നം ആകുവാണെങ്കിൽ അത് നല്ലതല്ലേ? അതിനി നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കാതിരിക്കുവാണെങ്കിൽ അത് നല്ലതല്ലേ? അതിന് വേണ്ടിയിട്ട് ഇതൊരു തുടക്കമാണെങ്കിൽ അത് അങ്ങനെ ആവട്ടെ, അങ്ങനെ വിചാരിക്കാം. അത്രയുള്ള അടുത്ത് വീട്ടിൽ വേണം. ബൈ.